ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഫൈൻ, പോലീസാണെങ്കിലും ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഫൈൻ അടപ്പിക്കും. പരിശോധനയ്ക്കിടയിൽ നമ്മളവിടെ പോയി കുടുങ്ങിയാൽ തീർച്ചയായിട്ടും ഫൈൻ ഉറപ്പ് തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്, അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകും. അല്ലാതെ അവിടെ നോ എക്സ്ക്യൂസ്. അവർ Tier 5 എഴുതി ചെക്ക് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ Tier 5 പിന്നെ അത് എന്ത് വേണമെങ്കിൽ ആകാം. ചെക്ക് റിപ്പോർട്ട് എഴുതി അതിന് യാതൊരു രക്ഷയില്ല. അത് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ തുക അടച്ചേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൈൻ ഈടാക്കുന്നത് ആ രീതിയിലേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് കൂടെ ലഭിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. എങ്ങനെ ഇൻഷുറൻസ് ലഭിക്കില്ല? നമ്മളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ, ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന ആൾ പോയി അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് തുക പോലും ലഭിക്കില്ല. അതായത് നമ്മളെ മോട്ടോർ വാഹന വകുപ്പിലെ 140 മുതൽ 146 വരെയുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ ആ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഇനി ഇൻഷുറൻസ് കിട്ടുകയില്ല. മനസ്സിലായില്ലേ? ഹെൽമെറ്റ് ധരിക്കാതെ നമ്മൾ വണ്ടിയിൽ പോയി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഇൻഷുറൻസ് ഇല്ല. കാരണം നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനി എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് എങ്ങനെ ഇൻഷുറൻസ് കുറയ്ക്കാം, ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാന്നേ അവർ ചിന്തിക്കുകയുള്ളൂ. അതേ സമയത്ത് നമ്മളോ നമ്മുടെ വക്കീലോ ചിന്തിക്കുന്നത്, ഒരു അപകടത്തിൽ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം എത്രത്തോളം പൈസ വാങ്ങിച്ചു കൊടുക്കാം, എത്രത്തോളം നമ്മൾക്ക് പാരിതോഷികം കിട്ടും എന്നുള്ളതാണ് നമ്മളെ വക്കീലോ നമ്മളോ ചിന്തിക്കുന്നത്. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീൽ ചിന്തിക്കുന്നത് എങ്ങനെ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ എമൗണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഭേദഗതി നടപ്പിൽ വരുന്നതോടെയാണ് ഇൻഷുറൻസിന് അപേക്ഷിക്കാനോ തുക ലഭിക്കാതിരിക്കാനോ ഉള്ള സാധ്യത ഇല്ലാതാകുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. വാഹന ഉടമകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും, അതായത് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അപകട സമയത്ത് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഇൻഷുറൻസിനായി അപേക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഹെൽമെറ്റ് ധരിക്കാതെ ഓടിച്ച് നിങ്ങളുടെ അനാസ്ഥയാണെന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇത് ഡ്രൈവറുടെ അനാസ്ഥയായി കണക്കാക്കണമെന്നും എന്ന വിധത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ 140 മുതൽ 146 വരെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നടപ്പാക്കുന്നത് വിവിധ കോടതികളുടെയും വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണലിൻ്റെയും വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതികൾ വരുന്നത്. ഇങ്ങനെയുള്ള ഭേദഗതികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾ 2 വീലർ ഓടിക്കുമ്പോൾ ചെറിയൊരു ആവശ്യത്തിനാണെങ്കിലും വലിയൊരു ആവശ്യത്തിനാണെങ്കിലും പോവുകയാണെങ്കിൽ, നിങ്ങൾ ചാവി എടുത്ത് വണ്ടിയിൽ കയറുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുക. അത് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ പങ്കാളികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കോ നിങ്ങളുടെ മക്കൾക്കോ എല്ലാവർക്കും അത് വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. ഈ ഒരു പത്രക്കുറിപ്പ് ഞാൻ കണ്ടതോടുകൂടിയാണ് ഞാൻ ഇത് നമ്മളെ യൂട്യൂബിലൂടെ അനൗൺസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ കൂടുതലും വീക്ഷിക്കുന്നത്, ഞാൻ വീണ്ടും എടുത്തു പറയാമെന്ന്, വാഹനങ്ങളും വാഹനത്തിൻ്റെ നിയമങ്ങളും വാഹന ലൈസൻസ് കാര്യങ്ങളായിട്ട് കൂടുതലായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം ഇത് കാണുന്നത്. അപ്പോൾ ഈ പത്രക്കുറിപ്പ്, ഈ പത്രത്തിൽ വന്ന ഈ ഒരു ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ ആരും കണ്ടിരിക്കണമെന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, പക്ഷേ എന്ന് നടപ്പിലാക്കും എന്നുള്ളത് പറയാനാവില്ല എന്നുള്ളതാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതേപോലുള്ള ചെറിയ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.